ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരധികം സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. ആക്ച്വലി കുറേ വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചധികം വർഷമായിട്ട് നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചപ്പോൾ നോ ഗൈസ്, അതൊന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഞാൻ വാടകയ്ക്കല്ലേന്ന് എഴുതിയിട്ട് ഒന്നും അറേഞ്ച് ചെയ്യുമോ സെറ്റ് ചെയ്യുമോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് പാറു പറയണുണ്ട് പാറിൻ്റെ റൂം ഒന്ന് വൈറ്റ് തീമിലാക്കി കൊടുക്കണം, കുറച്ചൊന്ന് റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും റെൻറ്റിന് താമസിക്കുന്നതുകൊണ്ട് റൂം ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ എന്നൊക്കെ ചോദിക്കും. വൃത്തിയാക്കി വെക്കാം, അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല, അതാണ് സത്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷമെങ്കിലും ഒരു വീട്ടിൽ മിനിമം താമസിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, അതല്ലേ നീ നോക്കിയത്. നമ്മളെപ്പോൾ വേണമെങ്കിലും മാറാം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വീട് അങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്തവണ ഫസ്റ്റ് പ്ലാൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബെഡ്റൂം, എൻ്റെയും പാറക്കുട്ടിയുടെയും ബെഡ്റൂം ഒന്ന് ഭയങ്കര എസ്തെറ്റിക്കായിട്ട് പാറ ഉദ്ദേശിച്ച ലുക്കിലൊക്കെ കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഒന്ന് കുറച്ച് ലുക്കാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ പാറക്കുട്ടിയുടെ സ്റ്റഡി ടേബിളാണിത്. ഇതിനെ ഒന്ന് വൈറ്റ് കളർ ആക്കണം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് അതിനൊന്ന് വൈറ്റ് കളർ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിയാണ് ഫസ്റ്റ്. ഓക്കെ, മുമ്പൊരു ചെയർ പെയിൻ്റ് അടിച്ച ധൈര്യത്തിലാണ് ഞാനും പാറക്കുട്ടിയും കൂടി ഈ മേശയെ ഒന്ന് വെള്ളയാക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടതേ. നമ്മുടെ പെയിൻറ്റിൻ്റെ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ പാറക്കുട്ടി പറഞ്ഞു, അമ്മ പോയി കിച്ചണിലെ പണി നോക്കിക്കോ, ഞാൻ തന്നെ മേശയൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി തരാമെന്ന് കേട്ടോ. പറഞ്ഞതുപോലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ മുക്കാൽ ഭാഗവും പെയിൻ്റ് അടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ടച്ചിങ്സ് പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ പ്രസൻറ്റിലുള്ള അവസ്ഥ കേട്ടോ. തുണികൾ എക്സ്ട്രാ ഉണ്ട് കസേരയിലും ബെഡിലും ഒക്കെ ആയിട്ട്, അത് വാഷ് ചെയ്യാനുള്ളതും മടക്കാനുള്ളതും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ റൂമിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇത്രയ്ക്കുള്ള ലുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കബോർഡ് വേണ്ടെടുത്തും പിന്നെ എന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ കർട്ടൻ വേണ്ടെടുത്ത് റോഡൊക്കെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഡ്രില്ല് ചെയ്യുന്ന പരിപാടിയാണ് ഫസ്റ്റ് ചെയ്തത്. പാറക്കുട്ടിയുടെ സ്റ്റഡി ടേബിളിന് മുകളിലായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കബോർഡിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, റോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മുറിച്ച്. അപ്പോൾ ആ റോഡ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ചൊരു ലെങ്ത് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കർട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഫാബ്രിക്. ഒരു ഓഫ് വൈറ്റ്, ഒരു ബേജ് ഷെയ്ഡിൽ വരുന്ന കോറ മെറ്റീരിയലാണ് വാങ്ങിച്ചത് കേട്ടോ. അത് കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ കുറച്ച് തിക്കായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. നോർമൽ നമ്മുടെ കർട്ടന് യൂസ് ചെയ്യുന്നില്ല, ഒരു റിങ് ഉണ്ടല്ലോ നമ്മൾ റോഡിലേക്ക് കയറ്റി വെക്കുന്ന റിങ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട കുഴപ്പമില്ല, നമുക്ക് നോർമലി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് പരിപാടികളാണ് അടുത്ത് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 പാളിയുള്ള 2 ജനലാണ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 6 പാളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 കർട്ടൻ, അതായത് 2 സൈഡിലോട്ട് മാറ്റി വെക്കാനും വേണമല്ലോ. കർട്ടൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 സൈഡിലോട്ട് മാറ്റണ്ടേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 കർട്ടനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അത് പിന്നെ താഴെയും മുകളിലും മാത്രം സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കർട്ടൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിനെ ഫിനിഷ് ചെയ്തെടുക്കുവാണ്. പില്ലോ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്ത് ചെറിയൊരു സ്ക്വയർ ടൈപ്പിലെ കുഷ്യനും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനും ഞാൻ കവർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിങ് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിലോട്ട് കയറി. ക്ലീനിങ് പരിപാടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രില്ല് ചെയ്ത സമയത്ത് ഒരുപാട് പൊടിയായിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ തൂത്ത് വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിലേ പാറക്കുട്ടിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, പിന്നെ അത് പണിയാവും. അതുകൊണ്ട് പെട്ടെന്ന് ഞാനതെല്ലാം തൂത്തെടുക്കുകയാണേ. ഇതാണ് നമ്മുടെ റൂമിലെ ചവറ്. എന്ത് പറയുന്നു ശ്രുതി? ഭയങ്കര പൊടി ഒന്ന് തൂത്തിട്ട് നമുക്ക് ബാക്കി അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കാം. നാളെ അറേഞ്ച് ചെയ്യാനാണ് പൊടിയാണ് ഫുള്ള്. അങ്ങനെ നമ്മളെ ടേബിൾ അവിടെ കൊണ്ടിട്ടുണ്ട്. ഓ, അമ്മേരെ മുത് കാണിക്കാതെ തിരിച്ച് മാറി തരുമോ? ഗൈസ്, നമ്മുടെ ടേബിൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. നമ്മളിതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മള് കർട്ടൻ ഇടാൻ പോകുന്നു. ചിങ്കിടി ചിക്ക. ഉയ്യോ
അയ്യോ എല്ലാ കാര്യത്തിനും പാറുകുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം റൂം ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് അവൾക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുകയും ചെയ്യുമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ല റെൻറ്റഡ് വീടല്ലേ എന്നൊക്കെ കരുതിയിട്ട് മടി പിടിച്ച് ഞാൻ അതങ്ങ് ഒഴിവാക്കി വെച്ചിരുന്നതാണ്. പിന്നെ വിചാരിച്ചു അവളുടെ ആഗ്രഹമല്ലേ, എനിക്കും ഉണ്ട് എൻ്റെ റൂം ഒന്ന് സെറ്റാക്കി നല്ല ലുക്കിലാക്കി എടുക്കണമെന്ന് എനിക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ബെഡ്റൂമിലാണ്. കിച്ചണിൽ പോലും ഞാൻ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഞാനൊരു മടിച്ചാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ റൂം കുറച്ചും കൂടി കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇരിക്കുകയും എനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ പാറുക്കുട്ടിയുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോഴത്തേന് അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ചിന്താഗതി അതാവണമെന്നില്ല. സോ നമ്മൾ കർട്ടൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നു വേടാ, ഡ്രീം ക്യാച്ചർ പോലൊരു സാധനമാണ്. പക്ഷെ ഡ്രീം ക്യാച്ചർ അല്ല ഇത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം എന്താണ് സാധനം എന്നുള്ളത്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു മണി പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ അതിലൊരു മണി പ്ലാന്റ് പാറുക്കുട്ടി അവിടെ വെക്കുകയാണ്. നമ്മൾ ചെറിയൊരു കബോർഡ്, ആക്ച്വലി പാറുക്കുട്ടിയുടെ സ്റ്റഡി ടേബിളിൻ്റെ ഏരിയയിൽ വെക്കാനായിട്ടൊരു കബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്റ്റാൻഡാണ് ഞാൻ ആ ബെഡിൻ്റെ സൈഡിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ മണി പ്ലാന്റ് വെക്കാനായിട്ട്. അപ്പോൾ പാറുക്കുട്ടി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ആ സൈഡിൽ വെച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെക്കുന്നു. പിന്നെ അധികം ഡെക്കറൊന്നും വാങ്ങാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പെൻ ഹോൾഡറിലോട്ട് ഒരു ഫ്ലവർ എടുത്ത് സെറ്റ് ചെയ്ത് അവിടെ ഗ്യാപ്പ് ഉണ്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതുപോലൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ചീത്തയായി പോയതുകൊണ്ട് ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ലൈറ്റ്. ഓ സെറ്റ് 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 സെറ്റ്. ഇവിടത്തെ ഒരു പെയിന്റ് എന്ന് പറയുന്നത് പിങ്ക് കളറാണ്. പക്ഷെ ഞാനൊരു ബേജ് കളറ്, പിങ്കും ബേജും കൂടി ഒരു കോമ്പിനേഷനിലാണ് ഈ റൂം ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ബേജ് കിട്ടാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെ വൈറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വൈറ്റ് ബേജ് തീമിലാണ് പോണത്. അപ്പൊ ഞാൻ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ഇടാം. അപ്പൊ ബെഡ്ഷീറ്റ് വിരിക്കാം. ഇതിൽ നമുക്ക് മറ്റേ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എലാസ്റ്റിക് വരുന്ന ടൈപ്പാണ്. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ ഇട്ടുതരാം. ഓരോന്നും ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ പാറുക്കുട്ടിയുടെ സന്തോഷം കണ്ടോ. ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ കണ്ടോ അവൾ ഭയങ്കര ഹാപ്പിയായി. ഓരോന്നും ഷീറ്റൊക്കെ വിരിക്കുമ്പോഴും പാറുക്കുട്ടി അറിഞ്ഞിട്ടല്ല ഞാൻ ഈ ഷീറ്റും ഈ ഓരോ സാധനങ്ങളും ഓർഡർ ചെയ്തതും വാങ്ങിച്ചതൊന്നും. അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോഴത്തേനും ഓരോന്നിൻ്റെ ലുക്ക് കാണുമ്പോഴത്തേനും അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര ഹാപ്പിയായി. കുറച്ചും കൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റ്സ് വാങ്ങിക്കുമ്പോഴത്തേനെ പുതയ്ക്കാനല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എലാസ്റ്റിക് വരുന്ന ടൈപ്പിലുള്ള ബെഡ്ഷീറ്റ്സ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. കാരണം നമ്മൾ പിടിച്ച് ഇടുമ്പോഴത്തേന് കറക്റ്റായിട്ട് അത് കിടക്കും ഇടാ ബെഡിൽ. പിന്നെ അത് മാത്രമല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് ക്ലൈമറ്റിലും നമുക്ക് സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം. അത് മാത്രമല്ലടാ ബെഡിൽ ഇങ്ങനെ വിരിക്കുമ്പോഴത്തേന് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ ആ എലാസ്റ്റിക്കും കൂടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത്രയും കംഫർട്ടബിളായിട്ട് കിടക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ പില്ലോ കവർ ഇടാമെന്ന് പറഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ട് പില്ലോ കവർ ഇടുന്നുണ്ട്. ഫസ്റ്റ് പില്ലോ കവർ വളരെ ഈസി ആയിട്ടിട്ട്, പക്ഷെ രണ്ടാമത്തത് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ എന്നെക്കാൾ കൂടുതൽ പാറുകുട്ടിയാണുള്ളത്. കാരണം എല്ലാം ചെയ്യാൻ അവൾക്ക് ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്രയും ഹാപ്പി ആയിട്ടാണ് അവൾ ഓരോന്നും ചെയ്തതും കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ പില്ലോ കവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ചെറിയൊരു കുഷ്യനും കൂടി വെക്കുന്നുണ്ട്, ഒരു പിങ്ക് കളറിൽ. അതേ ബെഡൊക്കെ നല്ല സെറ്റായി. അപ്പം തന്നെ ചാടി കയറി അങ്ങ് കിടക്കുകയും ചെയ്തു കേട്ടോ. അതിൽ പാറുവിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നടക്കാൻ പോകുന്നത്. കുറച്ച് ഷെൽഫ് നമ്മൾ അടിച്ച് സെറ്റാക്കി കേട്ടോ. ബാക്കി പോർഷൻ നമുക്ക് ലഞ്ച് ബാക്കി Oh my god! Oh my god! അതാരും അഭിമാനം. ഇവിടെ വേറെ വെക്കാനാണ് എന്റെ പ്ലാൻ. മറ്റു ട്രോഫി പ്ലാൻ അപ്പം ഞാൻ തപ്പി പിടിച്ചിട്ട് വെക്കാനായിരുന്നു. പിന്നെ ഇത് രണ്ടും എനിക്കട്ടെ. പിന്നെ നമുക്ക്
പ്ലാന്റ്സിന്റെ റെഡിമെയ്ഡ് പോർഷനായി ഇതിലോട്ട് കിടക്കണം. അപ്പൊ അതിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് മണി പ്ലാന്റ്. മണി പ്ലാന്റ് ആർട്ടിഫിഷ്യൽ ആട്ടോ. ഞാനിന്ന് ഇവിടെ വെക്കാൻ വിചാരിക്കുന്നു. ഓട്ടകൾ മുഴുവനും നമ്മൾ പൂക്കളും ചെടികളും കൊണ്ട് അടയ്ക്കുക. അതാണ് എന്റെ പ്ലാനിങ്. നമുക്ക് വിതറി വിതറി വിഷറി ഇങ്ങനെ കിടക്കണം. കളഞ്ഞില്ലെങ്കിൽ കൊള്ളില്ല. ഇങ്ങനെയൊക്കെ തിരികെ. ഓ മൈ ഗാഡ്, ഇങ്ങനെ സാധനം. ദിസ് ഇസ് മൈ ഓർമ്മ അലാറം. എന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എത്ര വയസ്സ്? 10 വയസ്സോ. അപ്പോൾ എന്റെ മമ്മി 4ാം ക്ലാസ്സിലുള്ളതാ. 4ാം ക്ലാസ്സിലെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്ന ഗിഫ്റ്റ് ആണ്. കളറൊക്കെ പോയി, പിങ്ക് ആയിരുന്നു. പോയി എന്റെ പൊട്ടി ഞാൻ സെലോ ടാപ്പ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇരിക്കുന്ന വേണ്ടിയിട്ടാണ്. ഇത് ബാറ്ററി ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് അലാറൊക്കെ വെക്കാൻ കേട്ടോ. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പൊ സൗണ്ടൊക്കെ കുറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ബാറ്ററി ഇടാൻ നിൽക്കുന്നില്ല. ഇപ്പൊ ഫോണിൽ അലാറം വെച്ചാൽ കേൾക്കണമില്ല. പിന്നെ എന്ത് പ്രയോജനം? അതുകൊണ്ട് ഞാൻ എന്റെ മമ്മി വാങ്ങിച്ചു തന്ന പുതിയ കുറാമി നോട്ട് പാഡ് ആണ്. മൈ ഗാഡ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനെ സെപ്പറേറ്റ് ഒക്കെ ചെയ്യാം. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. നല്ല പേസ്റ്റ് ഉള്ള ബുക്കാണ് ഗൈസ്. ഓ മൈ ഗാഡ്, നമുക്ക് ഇവിടെ ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടി നോക്കാം. ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അമ്മ വാങ്ങിച്ചു തന്ന ഒരു സാധനമാണ്. ഇങ്ങനെ കിടന്ന് തുള്ളി കളിക്കുന്ന സാധനം. ഇത് ഷാർപ്നറാണ് സത്യം പറഞ്ഞ. ഷോയ്ക്ക് വേണ്ടി എടുക്കാം. അത് ഞാൻ ഇവിടെ തന്നെ സംഭവം ഇതൊക്കെ ഈ വീഡിയോക്ക് മുമ്പേ തന്നെ ഞാൻ ഇത് എന്തൊരു വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. വേറൊരു ഐഡിയ ഒന്നും ഇല്ല. നമ്മളെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷെൽഫ് ഇപ്പം അറേഞ്ച് ചെയ്യണത്. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് വാങ്ങിച്ച് അതിനെ മേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഉറപ്പായിട്ടും കാണിക്കും. ഇപ്പം കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്യണതിനെ കുറിച്ച് വലുതായിട്ട് പ്ലാൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഈ ഷെൽഫ് വളരെ വലുതാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ബുക്സ് ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിന് വീതി വളരെ കുറവാണ്. ബുക്സ് അങ്ങനെ അടുക്കി വെക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഡക്കിലുടുക്ക് സാധനങ്ങൾ വെക്കണം. പക്ഷെ ഇതിൽ വെക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കും, അല്ല വാങ്ങും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്ത സാധനമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് അത് ഞാൻ ഇവിടെ തന്നെ വെക്കാം. മൊത്തത്തിൽ ചുരച്ചെടി മയമാണ് അത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുരുങ്ങിട്ട് കൊടുക്കുകയും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ കൊടുക്കേ. ഇല്ല, അങ്ങനെ ഇട്ടാൽ അത് കാണാൻ പറ്റൂല. നേരത്തെ ഇട്ടതാണ് കറക്റ്റ്. അതാണ് സെറ്റ്. Oh my God, this is so tragedy. ഇല്ല, അത് ഒതുങ്ങി കിടക്കണതാണെടി ഭംഗി. ഇപ്പോഴും സൈഡിലോട്ട് എന്നാലല്ലേ ഇതെല്ലാം വിസിബിൾ ആവുള്ളൂ. ഇങ്ങനെ കിടക്കണതാണ് ഭംഗി. ഓക്കെ, ഇവിടത്തേക്ക് വെക്കാൻ എൻ്റെ ഒരു സാധനവും ഇല്ല. ഷിഫ്റ്റ് ചെയ്തോണ്ട് എന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ആണ് കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെക്കാനായിരുന്നു പ്ലാൻ. വെച്ചാൽ അതൊക്കെ എന്നെ തപ്പിപ്പിടിക്കണം. എന്നിട്ട് ഇതൊക്കെ ഇവിടെയൊക്കെ വെക്കാനാണ്. നമ്മൾ എന്തായാലും ഈ ഷെൽഫ് റീ അറേഞ്ച് ചെയ്യുമ്പോഴത്തേന് വേറൊരു വീഡിയോ കാണിക്കും. എന്റെ ഡെസ്ക്. ഓക്കെ, അപ്പൊ പിന്നെ കുറച്ച് സ്റ്റോറി ബുക്സ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാന് വായിച്ചിട്ട് ഇങ്ങനെ ജനലിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ മഴ വീശിയിട്ട് ഇങ്ങനെയാണ്. അത് സാരമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സൂക്ഷിച്ച് ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കാൻ വിചാരിച്ചു. പിന്നെ ഈ സൈഡിൽ വെക്കാനുള്ള സാധനം ഞാൻ എടുത്തോണ്ട് പറഞ്ഞില്ല. അപ്പോൾ പാർക്കുട്ടിയുടെ ഷെൽഫ് നമ്മുടെ പറ്റുന്ന തരത്തിൽ ഏകദേശം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു സൈഡ് ടേബിൾ വെക്കുന്നുണ്ട്. സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ കുഷ്യൻ കവർ അടിച്ചതിൻ്റെ ബാക്കി മെറ്റീരിയൽ ചെറിയൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് അതിനെ ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ബാക്കി സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനാണ്. ഭയങ്കരമായിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനില്ല. ഞാനൊരു ലൈറ്റോ ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ലാമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചിട്ടുണ്ട് വീട്ടിലൊരെണ്ണം വാങ്ങണമെന്ന്. അങ്ങനെ വാങ്ങിയതാണ്. ഇതെന്താണെന്നറിയോ, മറ്റേ നമ്മുടെ കുന്തിരിക്കാൻ കത്തിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാധനമാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം, വേണമെങ്കിൽ പറഞ്ഞാൽ. കുറച്ചധികം നാളായിട്ട് ഞാൻ കാർട്ടിലിട്ട് വാങ്ങിച്ച സാധനമാണ് ഞാൻ ഇപ്പോൾ കാണിച്ച സാധനം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീടും റൂമും ഒക്കെ നല്ല സ്മെല്ലിൽ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ഡെക്കറേറ്റാണ്. പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. ലാമ്പ് എത്തുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു എക്സ്റ്റൻഷനൊക്കെ എടുത്ത് വെച്ചിട്ട് ലാമ്പിനെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കാൻ പോവുകയാണ്. പാറുവിനാണോ എനിക്കാണോ എക്സൈറ്റ്മെൻറ്റ് കൂടുതലെന്നാണ് ഇപ്പോൾ എൻ്റെ ഡൗട്ട് കേട്ടോ.
അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. സെറ്റല്ലേ പറു? ഹാപ്പി ഒരു കാട്ടന്റെ സൈഡിലായിട്ട് തോർത്തൊക്കെ ടവലൊക്കെ ഇടാനായിട്ടൊരു ചെറിയൊരു ഹാങ്ങർ അടിച്ചു. ഇപ്പം അടിച്ചതാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു ഡ്രസ്സിങ് ബാസ്ക്കറ്റാണ്, ലോണ്ടറി ബാസ്ക്കറ്റ്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പഴയ അലമാരയാണ്. ആക്ച്വലി ഇതിനെ ഒന്ന് വൈറ്റ് കളറിലോട്ട് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഇത്തവണ സമയം കിട്ടിയില്ല. നമ്മുടെ ടേബിൾ, പാറുകുട്ടിയുടെ സ്റ്റഡി ടേബിൾ നമ്മൾ വൈറ്റ് കളറിലാക്കിയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് അവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെ ബാത്റൂമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഇടാനായിട്ട് ചെറിയൊരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് തലയിൽ വെച്ച് കിടക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ചവിട്ടി കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ. അവിടത്തേനൊരു ഗ്രേ കളറിലെ മാറ്റാണ് ഇത്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു മാറ്റാണ് ബെഡിൻ്റെ സൈഡിൽ ഇടാനായിട്ട്. ഓ, തറയിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. സോഫ്റ്റ്നെസ് കുറവാണെങ്കിലും തറയിൽ നല്ല. ഓക്കെ, കുന്തിരിക്ക ലാവണ്ടർ ഒരെണ്ണം എത്താതിയാ. ആ, കയ്യിൽ വെച്ച് കത്തിച്ചിട്ട് അങ്ങോട്ട് വയ്ക്കണേ. കാരണം മറ്റേ ഡ്രോയറിനകത്ത് വെച്ചേരാ. മതിയാ? അണക്കണോ? മതി, അണച്ചോ. വരും, കുറച്ച് കഴിയുമ്പോൾ വരും. നൈസ് സ്മെല്ല്. രണ്ടെണ്ണം കൂടെ വെച്ചാൽ പുക കൂടും. നൈസ് സ്മെല്ല്. പക്ഷെ ഭയങ്കര എന്താ തലയ്ക്ക് പിടിക്കുന്ന സ്മെല്ലും അല്ല, ലൈറ്റ് സ്മെല്ല്. ഞാനത് ചോദിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് അവിടെ ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ വെക്കാനുണ്ട്. പിന്നെ പാറുക്കുട്ടിയുടെ ടേബിൾ ഇവിടെ വരും കേട്ടോ. ടേബിൾ ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. നമ്മൾ പെയിന്റ് അടിച്ച് പിന്നെ അതിൽ മൈക്കൊക്കെ ഒട്ടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണിയുണ്ട് ടേബിള്. അപ്പൊ ടേബിളും കൂടെ സെറ്റ് ചെയ്യണം. പിന്നെ എനിക്കിവിടെ പിൻട്രസ്റ്റ് വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിക്കണമെന്നുണ്ട്. പിന്നെ ഗ്രിഡ് ഒക്കെ വെക്കണമെന്നുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ, ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം പോലെ വെക്കണമെന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ അലമാര, അത് മാത്രമാണ് ഈ റൂമിൽ കുറച്ച് കളർ ഡിഫറെന്റ് ആയിട്ടിരിക്കണം. ഇതും കൂടി ഒന്ന് വൈറ്റിനെക്കാളും ഇത് ഓക്കെ ആണ് റൂമിന്, പക്ഷെ വൈറ്റ് കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് വൈറ്റ് അടിക്കണമെന്നുണ്ട്. അപ്പൊ അത് 2 ദിവസത്തിനകം അടിക്കും. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസമായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. എനിക്ക് ഈ ഒരു വെട്ടത്തിലുണ്ടല്ലോ ഇരുന്നിട്ട് ഫോണിൽ നോക്കുകയോ എഡിറ്റ് ചെയ്യുകയോ പിന്നെ ഒരു പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനേക്കാൾ ഉപരി പാറുക്കുട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളാണ് പറയാനുള്ളത് നമ്മുടെ റൂം മേക്ക് ഓവർ എങ്ങനെയുണ്ടെന്ന്. ഇതേ പാറുക്കുട്ടിയുടെ സ്റ്റഡി ടേബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്ലോബും പാറുവിൻ്റെ മിററും സെറ്റ് ചെയ്ത് ബുക്സ് എല്ലാം ഷെൽഫിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ പെൻ ഹോൾഡറും ലാപ്ടോപ്പും ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റെൻ്റൽ ഹൗസ് ആണ്. പിന്നെ എൻ്റെ ബഡ്ജറ്റിനും എൻ്റെ ഐഡിയസും അനുസരിച്ചിട്ടാണ് ഞാൻ ഈ റൂം മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം. പാറുക്കുട്ടി എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പാറുടെ ഫ്രണ്ടിനിൽ കൊടുത്ത് ഫ്രെയിം ചെയ്ത് എടുപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവർ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ റൂം മേക്ക് ഓവർ എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.